ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു എളുപ്പത്തിലൊരു ബിരിയാണി വെച്ചാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ബിരിയാണിക്ക് വേണ്ടി ചെയ്യുന്നത്, നമ്മൾ ചിക്കൻ നല്ലപോലെ കഴുകിയെടുത്തിട്ട് ഒരു അരിപ്പ പാത്രത്തിൽ ഉപ്പും മഞ്ഞപ്പൊടിയും തിരുമ്പി ഇത് 1 മണിക്കൂറെങ്കിലും ഞാനിതിങ്ങനെ വെക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ബിരിയാണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചിക്കൻ കഴുകി ഇങ്ങനെ വെച്ചേക്കും. പിന്നെ നമ്മൾ ഇനി ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ ഈ ഒരു 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് അതിന് 1 മണിക്കൂറിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിനുള്ളിൽ നമ്മുടെ എല്ലാ സാധനങ്ങളും നമുക്ക് അരിഞ്ഞ് ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് നമുക്ക് വെക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരിതാണ് സലാഡ്. കാരണം നമ്മുടെ സവോളയും തക്കാളിയും ക്യാരറ്റും എല്ലാം നമ്മൾ അരിയുന്ന സമയത്ത് ഇതിൽ നിന്നെല്ലാം ചെറുതാക്കി അരിഞ്ഞ് അതിലകത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി തൈരും പച്ചമുളകും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് നമുക്ക് നമ്മുടെ സലാഡ് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഉരുളി വെച്ച് കൊടുക്കുക. ഉരുളി വെച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട് എണ്ണയും അതിനോട് ചേർത്ത് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ സവാള നമ്മൾ ദം ചെയ്യാനുള്ള സവാള വറുക്കണം. അപ്പോൾ നമ്മൾ ഈ സവാള ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റൈസ് നമുക്ക് കുതിർക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതുകൊണ്ട് 2 കപ്പ് റൈസാണ്, അതായത് 1 കിലോ അരിയുടെ ബിരിയാണിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് റൈസ് കുതിർത്താൻ വെക്കാം. ഈ അളവിൽ 2 കപ്പാണത് കേട്ടോ. അത് 10 മിനിറ്റ് കുതിർത്ത് വെക്കാം. ഇതിന് ശേഷമാണ് നമ്മൾ കഴുകി വാല വെക്കേണ്ടത് കേട്ടോ. നമ്മുടെ സവാള ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നട്ട്സ് കൂടി ഇട്ട് വറുത്ത് നമ്മൾ കോരിയെടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, അതിനകത്തുനിന്ന് ഇത്രയും എണ്ണയുടെ ആവശ്യമില്ല നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിന് എണ്ണ കുറച്ച് മാറ്റി വെക്കാം. നമുക്ക് ദം ചെയ്യുമ്പോൾ ഈ എണ്ണ ആവശ്യമാണ് കേട്ടോ. ഇനി നമ്മുടെ ചിക്കൻ കറിയുടെ റെസിപ്പി പ്രത്യേകിച്ച് പറയുന്നില്ല. ഞാനിത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ, ഒരു 2 ആഴ്ച മുമ്പ്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, അതിനുശേഷം നമ്മുടെ എല്ലാ മസാലക്കൂട്ടുകളും നമ്മൾ ഇട്ട് കൊടുക്കുക. ചിക്കൻ മസാല പൗഡർ കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കണം കേട്ടോ. അതെല്ലാം ചേർത്ത് കൊടുക്കുക. നമുക്ക് ഉപ്പും ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തോട്ട് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ല പോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് നമ്മളിതിനെ അടച്ച് വെക്കുക. നമ്മൾ 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിതിനെ ഇളക്കിയെടുത്ത് നമുക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഗ്രവിക്കുള്ള തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതിനെ ഗ്രവി തയ്യാറാക്കി എടുക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഈ കറി വെക്കുന്നതിൻ്റെ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കാണണം കേട്ടോ. അങ്ങനെ നമ്മളിത് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അടുപ്പിൽ നിന്ന് നമുക്ക് ചെറിയ അടുപ്പിലോട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിയുടെ പരിപാടി തുടങ്ങാൻ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം, നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് എണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് തന്നെ പറ്റിച്ചെടുത്തിട്ട് നമുക്ക് ദം ചെയ്തെടുക്കുകയാണ്. ഇത് സെപ്പറേറ്റ് അല്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് നല്ലപോലെ എണ്ണയുടെ നമുക്ക് ഇതിൻ്റെ അടിത്തട്ടിൽ എപ്പോഴും വേണം. അത് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഇച്ചിരി ഷാജീരയാണ് പൊട്ടിച്ചെടുക്കുന്നത്. നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അതിൻ്റെ പൊടിയും കൂടെ ചേർക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ല മണം. നിങ്ങൾക്ക് അങ്ങനത്തെ ആ ജീരകത്തിൻ്റെ ആ മണം ഇഷ്ടമുള്ളവർക്ക് ഇത് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല മണം കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചിട്ട് ഞാൻ പിന്നെ നമ്മുടെ ബാക്കി എല്ലാ പച്ച മസാലയും, നമ്മുടെ കറുവപ്പട്ട, അങ്ങനെയുള്ള ഏലക്ക, അങ്ങനെയുള്ള ഇതുകളെല്ലാം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ക്യാരറ്റുണ്ട്, പച്ചമുളകുണ്ട്, ഇതെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ചേർത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴട്ടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിനകത്തോട്ട് 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞു. നമുക്ക് അതിനകത്തോട്ട് 1 കപ്പിന് 1/2 കൂടെ കൂട്ടി ഇതിൽ 1.5 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ 3 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഈ 3 കപ്പ് വെള്ളം ചേർത്ത് ഞാനൊരു 1/4 കപ്പും കൂടെ എക്സ്ട്രാ ചേർക്കുന്നുണ്ട് എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി. ആക്ച്വലി ഞാനിപ്പോൾ ഈ ചേർത്തതാണ് കറക്റ്റായിട്ട് വരും കേട്ടോ. എങ്കിലും ഒരു 3 കപ്പ് നിങ്ങൾ കറക്റ്റ് ഒഴിക്കുകയാണെങ്കിലും ഇത് വരും. നിങ്ങളത് തിളച്ച് പറ്റുന്ന ഇത് കറക്റ്റ് നോക്കിയിട്ട് വേണം ചെയ്യണമെങ്കിൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ അതിനെ ഉപ്പ് മുന്നിട്ട് നിൽക്കണം. അതായത് നമ്മുടെ റൈസ് ഇതിനകത്ത് കിടന്ന് വേവേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചുള്ള ഉപ്പ് നിങ്ങൾ ചേർത്ത് നമ്മളൊന്ന് തൊട്ട് നക്കി നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഉപ്പ് രസം ഇച്ചിരി മുന്നിലോട്ട് നിൽക്കണം, എന്നാലാണ് റൈസിൻ്റെ കൂടെ അത് ശരിയാവുള്ളൂ. ഇനി നമുക്ക് ഇച്ചിരി ചെറുനാരങ്ങ നീര് നമുക്കിതിനകത്തോട്ട് പിഴിഞ്ഞ് കൊടുക്കാം. ഇനി ഞാൻ പറയാൻ വിട്ടിട്ടുള്ളത്, ഞാനെല്ലാം ഇടുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ഇതിനകത്തോട്ട് ചേർക്കുന്നില്ല. കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുവാണെങ്കിൽ ഒരു മഞ്ഞ കളർ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. ബിരിയാണിയുടെ വെള്ളം തിളച്ച് വരണം കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇത് കുതിർത്ത് വാർത്തെടുത്തിട്ടാണ്. ഒരു 10 മിനിറ്റ് നല്ലോണം കുതിർത്ത് വെക്കുക. അതിന് ശേഷം വാർത്തെടുക്കുന്ന റൈസാണ് കേട്ടോ. ഇനി നമുക്കിതിനകത്തോട്ട് ഈ റൈസ് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനടച്ച് വെക്കാം.
ഇത് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ അടപ്പാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണാം ഇത് പറ്റിയ ഒരവസ്ഥ കാണാം കേട്ടോ. അല്ലാത്തവരാണെങ്കിൽ ഇത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് തുറന്ന് നോക്കിയിരിക്കണം, അല്ലെങ്കിൽ ഒത്തിരി പറ്റിപ്പോകരുത്. അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു ടെക്സ്ചർ വരുമ്പോൾ, അതായത് വെള്ളം പറ്റിയിട്ടുണ്ട് എന്നാൽ വെള്ളം മൊത്തം പോയിട്ടുമില്ല, അങ്ങനത്തെ ഒരു ഇത് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഇത് ഓഫ് ചെയ്യണം. ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം പറ്റി നമ്മുടെ റൈസ് ഒരു 85 to 90% നമ്മുടെ റൈസ് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇതിങ്ങനെ വെന്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇതിൽ നിന്ന് ഒരു മൂന്നിലൊരു ഭാഗം എന്ന് പറയാം, അതിലൊരു ഭാഗം ഇതിനകത്തോട്ട് വെച്ചിട്ട് 2 ഭാഗം നമുക്ക് ഇതിനകത്ത് നിന്ന് കോരി മാറ്റാം. ഇതിനകത്ത് വെച്ച് തന്നെയാണ് നമ്മൾ ദം ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് ഇതിന് മൊത്തം എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇതിൽ നിന്ന് അത്രയും കോരി എടുക്കാം. കോരി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ദം ചെയ്യാനായിട്ട് ഡയറക്റ്റ് ചെയ്യരുത്. ഇതിൻ്റെ മുകളിൽ നമുക്കൊരു പഴയ ഏതെങ്കിലും നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൽ വെക്കുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ ഇതാണ് സാധാരണ ഞാൻ വെക്കുന്നത്. എനിക്ക് കറക്റ്റായിട്ട് ദം ചെയ്ത് കിട്ടും, അതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് വെക്കുന്നത്. ഇത് നമ്മളിങ്ങനെ കമത്തി വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഞാൻ തീ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഞാൻ ഈ പാത്രം കയറ്റി വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് ബിരിയാണി അതിൻ്റെ ആവശ്യമുള്ളതൊക്കെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം ദം ചെയ്യണമെങ്കിൽ. അപ്പോൾ ഞാൻ ഈ സൈഡ് വഴി ഞാൻ ഇച്ചിരി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന എണ്ണ ഇങ്ങനെ ഒന്ന് സൈഡ് വഴി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, താഴോട്ട് ഇറങ്ങണം. കാരണം നമ്മൾ ദം ചെയ്യുകയാണ്, അടി പിടിക്കാൻ ഇത് വരരുത്. നല്ല പാത്രമാണെങ്കിൽ അങ്ങനെ അടി പിടിക്കില്ല കേട്ടോ. എങ്കിലും നമ്മൾ നെയ്യിൻ്റെ ഒരു ഇത് അതിനകത്തോട്ട് എപ്പോഴും വേണം കേട്ടോ, ഒട്ടും നെയ്യില്ലാതെ ഇരിക്കരുത്. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ ദം ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന എല്ലാം തന്നെ നമ്മൾ 3 ഭാഗമാക്കി കണക്കാക്കി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. സവോളയും മല്ലിയില, നമ്മുടെ നട്ട്സ് ഇച്ചിരി കുറവാണ് കേട്ടോ ഇന്ന്, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക നമ്മുടെ ചിക്കൻ കറിയിൽ കുറച്ച് ഗ്രേവിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ കറിയിൽ നിന്ന് ഒരു തവി ഗ്രേവി എടുക്കുക, ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. അത്രയും ഒരു തട്ടിൽ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മാറ്റി വെച്ചിരിക്കുന്ന എണ്ണയിൽ നിന്ന് കുറച്ച് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് നെയ്യാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യോട് ചേർന്നിട്ടുള്ള എണ്ണ ആയതുകൊണ്ട് അത് ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. ഇനി സെക്കൻഡ് ട്രിപ്പിൽ റൈസ് ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അത് ഇതുപോലെ തന്നെ ഗ്രേവി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ തേർഡ് ഇട്ട് കൊടുക്കുക. അതിനെയും വീണ്ടും നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ലാസ്റ്റ് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഇച്ചിരി കുരുമുളക് പൊടി നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൈനാപ്പിൾ എസൻസ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എനിക്ക് ഇവിടെ വീട്ടിലുള്ള എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ഒരു പൈനാപ്പിൾ എസൻസ് ആണ്. നിങ്ങൾക്ക് ഏതാണ് ബിരിയാണിയുടെ ഏത് എസൻസിനോടാണ് കൂടുതൽ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിച്ചെടുക്കാം. ലാസ്റ്റാണ് തുള്ളി നമുക്കിതിനിങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ദം ചെയ്യാനായിട്ട് ഇത് നമ്മുടെ സിൽവർ പേപ്പർ കൊണ്ട് നമുക്കിതിനെ അങ്ങ് നല്ലപോലെ അടച്ച് വെച്ചിട്ട് നമുക്ക് ഇത് അടപ്പ് വെക്കാം. അപ്പോൾ ഞാൻ ഈ അടപ്പിൻ്റെ നമ്മുടെ ആ ഒരു ഹോളിൻ്റെ ഭാഗത്ത് ഒരു കരിയാമ്പൂവിൻ്റെ ഇത് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ ആവി പുറത്തോട്ട് പോവാതെ കറക്റ്റ് ദമ്മായിട്ട് കിട്ടാനായിട്ട്. ഇനി ഞാനൊരു 5 മിനിറ്റ് നല്ല ഫാസ്റ്റായിട്ട് ഞാൻ ഈ ഗ്യാസ് ഓൺ ചെയ്ത് വെക്കും. അപ്പോൾ അടിയിലെ ആ പാത്രം നല്ല പോലെ അങ്ങ് ചൂടായിട്ട് പഴുത്ത് കിട്ടും. അതിന് ശേഷം ഞാൻ ഇത് സിമ്മിലോട്ട്, അതായത് ചെറിയ ഇതിലോട്ട് മാറ്റും. 25 to 30 മിനിറ്റ്സ് ആണ്. ഒരു 20 to 25 മിനിറ്റ്സ് എങ്കിലും നമ്മളിത് ദം ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ആ ഒരു ടൈം നോക്കിയിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി നമുക്ക് ഇത് നമ്മൾ കൂടുതലും ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിത് തൊടാതെ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും വിശപ്പായി. അപ്പം ബിരിയാണിയല്ലേ, ആ പൈനാപ്പിളിൻ്റെ എസൻസിൻ്റെ മണമൊക്കെ അങ്ങ് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും പിന്നെ ടൈം കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിത് വേഗം എടുക്കുകയാണ്. നിങ്ങളൊരു അരമണിക്കൂർ കൂടെ ഇതിനകത്തോട്ട് വെറുതെ ഇങ്ങനെ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഞാൻ തുറക്കുവാണ്. അപ്പോൾ നമ്മുടെ നല്ല അവിഞ്ഞതാണ്, നമ്മുടെ മല്ലിയിലൊക്കെ കളറൊക്കെ ചേഞ്ചായി നല്ല പോലെ ദമ്മായിട്ടുള്ള ഒരു ബിരിയാണിയാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക. നമുക്കിതിൻ്റെ കൂടെ സലാഡും മുട്ട പുഴുങ്ങിയതും അച്ചാറും പപ്പടവും എല്ലാം ചേർത്ത് നമുക്ക് ഈ ബിരിയാണി സൂപ്പറായിട്ട് കഴിക്കാവുന്നതാണ്. സിമ്പിളാണ്. എനിക്ക് ഈ ബിരിയാണി വെക്കുന്നത് എനിക്ക് ചോറും കറിയും വെക്കുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ട്. ബിരിയാണി വെക്കുവാണെങ്കിൽ എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ല. എനിക്ക് ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഈ ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.